നമസ്കാരം. അടി അടി എന്ന് പറഞ്ഞാൽ അടിയോടടി. ഇമ്മാതിരി ഒരു അടി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സമയത്ത് പോലും ബംഗ്ലാദേശ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ പുറത്താക്കാനും സംവരണ നിയമത്തിൽ മാറ്റം കൊണ്ടുവരാനുമാണ് അവിടെ വിദ്യാർത്ഥികളെല്ലാം കൂടെ, ജമാഅത്തക്കാരാണ് പിന്നെ വിദ്യാർത്ഥികൾ എന്നുള്ള പാഷൻ പേരി പറയുന്നതേ ഉള്ളൂ, എല്ലാം കൂടെ പ്രക്ഷോഭം തുടങ്ങിയത്. പ്രക്ഷോഭം തുടങ്ങിയ അവസാനം ഷേഖ് ഹസീനയുടെ അണ്ടർവെയർ വരെ അടിച്ചു മാറ്റി ഷേഖ് ഹസീനയെ പുറത്താക്കിയ ശേഷം ഇവന്മാര് അവിടെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഡമ്മി സർക്കാരിനെ അവിടെ കൊണ്ടുവന്നു. ഇപ്പൊ പ്രധാനമന്ത്രിയൊന്നുമില്ല, പാഷൻ പേര് ഉപദേഷ്ടാവ്, അങ്ങനെ ഒരു വേട്ടാവളിയെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം ഹിന്ദുക്കൾക്ക് നേരെയും മറ്റ് മൈനോറിറ്റീസിന് നേരെയും അവിടെ ആക്രമണം തുടങ്ങി. അങ്ങനെ ആക്രമണമൊക്കെ നടത്തി ഏകദേശം ബംഗ്ലാദേശിൽ ഇങ്ങനെ വിരാജിച്ച് വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഷേഖ് ഹസീന എന്ന് പുറത്തേക്ക് പോയോ അന്ന് ലവന്മാര് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് അവിടെയുള്ള മൈനോറിറ്റീസിന് മനസ്സിലായി. ഈ മൈനോറിറ്റീസാണ് ഷേഖ് ഹസീനയെ പുറത്താക്കാൻ മുന്നിൽ യൗമാരെ കൂടെ കൊട്ട പിടിച്ചുകൊണ്ട് നിന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതായത് എല്ലാ കാര്യത്തിനും ഫ്രണ്ടിൽ കയറി നിൽക്കും. പ്രക്ഷോഭം എന്നൊക്കെ കേട്ടോണ്ടല്ലോ, ചോര തിളയ്ക്കും. അവസാനം പ്രക്ഷോഭമൊക്കെ നടത്തി നമ്മൾ കുടുങ്ങിയെന്നറിയുമ്പോൾ മാത്രമേ യൗമാർക്ക് ബോധോദയം വരൂ എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു യുണൈറ്റഡ് ആയിട്ട് നിന്ന് വലിയ ബീജിയൊക്കെ ഇട്ട് മറ്റേ കോടാലിയൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിനായിട്ട് ഇങ്ങനെ യുണൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ആ കാഴ്ചയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശികൾ തന്നെ തമ്മിൽ തല്ലി തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ അൻസാർ സേന എന്ന് പറഞ്ഞൊരു സേനയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിന്റെ എല്ലാം പിന്നിൽ തീവ്രവാദികളാണ്. അവന്മാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഈ സർക്കാരിനെ അടക്കം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നതാകട്ടെ അമേരിക്ക അടക്കമുള്ള മറ്റു വലിയ ഭീകരമായിട്ടുള്ള രാജ്യങ്ങൾ. അമേരിക്കയ്ക്ക് ഇതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്കും അറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ യുക്രൈൻ വഴി കറങ്ങി നേരെ റഷ്യ വഴി കയറി പോളണ്ടിലേക്കൊന്ന് ചേർന്നത്. അത് നാറ്റോയ്ക്കുള്ള ഒരു ചെറിയൊരു പണിയാണ്. അതെന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും. ആ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വലിയ കളികളാണ് ഇതിനകത്തുള്ളത്. എന്തായിരുന്നാലും നമുക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ബംഗ്ലാദേശിൽ യവന്മാർ ഈ ജമാഅത്തെ ബാക്കിൽ നിന്ന് ഫണ്ട് ചെയ്യുന്ന, ജമാഅത്തയുടെ ബാക്കിൽ അമേരിക്കയാണ്, ഇങ്ങനെയൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരുപാട് അണ്ണന്മാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അതായത് ജമ്മു കാശ്മീർ എപ്പോഴും ഇത്തരത്തിൽ അടികൂടി വൃത്തികേടായി കിടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം അമേരിക്കയ്ക്കാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രൂപ്പുകളെ പിൻവലിച്ചപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? ഇവന്മാരുടെ ആയുധങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോയി. നിഷ്കളങ്കമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ആയുധങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരാണെന്നറിയാമോ? കശ്മീരിലെ തീവ്രവാദികളാണ്. എങ്ങനെ കശ്മീരിലെ തീവ്രവാദികളുടെ കയ്യിൽ ഇതെത്തി എന്നുള്ളൊരു ചോദ്യമില്ലേ? അതായത് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ അമേരിക്ക മനഃപൂർവ്വം നടത്തിയ ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാകും. അതിൻ്റെ പിന്നിലും വലിയ കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിരിച്ചു പറയാൻ നിന്ന വലിയ സ്റ്റോറി ആയിട്ട് മാറും. അതൊക്കെ ഞാൻ ഭാവിയിൽ പറഞ്ഞുതരാം. എന്തായിരുന്നാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ അൻസാർ സേന എന്ന് പറഞ്ഞൊരു സേനയുണ്ട്. ഈ അൻസാർ സേന എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. ഇവന്മാർ ഒരു ആവശ്യവുമായിട്ട് രംഗത്തെത്തുന്നു. മൊത്തം ബംഗ്ലാദേശും പിടിച്ചെടുത്ത് താലിബാൻ മോഡൽ നമുക്കറിയാമല്ലോ. ബംഗ്ലാദേശിലെ സ്ത്രീകളെയൊക്കെ ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സ്ത്രീകളൊക്കെ വളരെ ലിബറൽ ആയിട്ടാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് മൊത്തത്തിൽ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അങ്ങ് നടത്തും. അങ്ങനെ അൻസാർ സേന ഒരു പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. അൻസാർ സേനയുടെ പ്രക്ഷോഭം. ആ അൻസാർ സേന പറയുന്നത് ഈ സേന ഇവിടെയുള്ള ജോലികളെല്ലാം ദേശവൽക്കരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ബംഗ്ലാദേശികളുടെ സംഘടനയാണ്. യവന്മാർ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ധാക്കയിൽ 10,000-ഓളം വരുന്ന ഈ വിദ്യാർത്ഥികളും അൻസാർ പാരാമിലിറ്ററി ഫോഴ്സും കൂടെ ചേർന്നുള്ള ഒരു ഏറ്റുമുട്ടലിനാണ് സാക്ഷ്യം വഹിച്ചത് ബംഗ്ലാദേശ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ അൻസാർ സേനയുടെ അടി പട്ടപെട്ടാന്ന് കൊള്ളുന്ന പട്ടങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ അടി കണ്ട് ഒരു നടപടിയും എടുക്കാതെ ബംഗ്ലാദേശ്, അതായത് ധാക്ക പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അൻസാർ സേനയിലുള്ള ആൾക്കാർ ഇവന്മാരെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 1000 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എൻ്റെ ഹസീന ചേച്ചി വി ലവ് യു എന്നായിരിക്കും ഇപ്പൊ ബംഗ്ലാദേശുകാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശികളായിട്ടുള്ള സാധാരണ ജനങ്ങളെ കയ്യേറാനായിട്ട് ഈ സംഘടനകൾ തുടങ്ങി, അല്ലെങ്കിൽ മിലിറ്ററി തുടങ്ങി എന്നുള്ളതിന്റെ ആദ്യത്തെ സൂചനയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബംഗ്ലാദേശിന്റെ മുദ്രാവാക്യം എന്തെന്നറിയാമോ? നേരത്തെ ഞങ്ങൾക്ക് സംവരണം വേണം, ഈ സംവരണം എടുത്തു കളയണം, പുതിയ സംവരണം കൊണ്ടുവരണം, അവാമി ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ പറയുന്നത് സ്വേച്ഛാധിപത്യം വരുന്നു,
ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യത്തിലേക്ക് ബംഗ്ലാദേശ് മൊത്തത്തിൽ പോയി എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ധാക്കയിൽ നടന്ന ഈ വമ്പിച്ച പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ പ്രക്ഷോഭം പല ഭാഗത്തേക്കും കത്തിപ്പടരുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതാദ്യത്തെ പോയിന്റ്. ഇനി ഈ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലവനായിട്ടുള്ള നഹീദ് ഇസ്ലാം എന്ന് പറയുന്ന ആ വേട്ടാവളിയനെ കൂമ്പിന് ഇടിയും കൊടുത്ത് ചുരുട്ടിക്കൂട്ടി യവന്മാർ വീട്ടുതടങ്കലിലല്ല യവന്മാരെടുത്ത് നേരെ രാജു സ്കൾപ്ചർ എന്ന് പറയുന്ന ഒരു സ്കൾപ്ചർ ഉണ്ട്. അതായത് അവിടെ ഈ ടെററിസത്തിനെതിരെ പോരാടുന്ന ഒരു സ്കൾപ്ചറാണ്. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് അവരങ്ങനെയാണ് ആ സ്കൾപ്ചർ പണിത് വെച്ചേക്കുന്നത്. ആ സ്കൾപ്ചറിൽ അവിടെ യുവമാർ കൊണ്ട് തടങ്കലിലിട്ടു. അങ്ങനെ തടങ്കലിലിട്ടപ്പോൾ ചോദിക്കാൻ ചെന്ന 2 കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. നഹീദ് ഇസ്ലാമിനെ ഇടിച്ചു ഉറക്കി അവിടെ കൊണ്ടിട്ടപ്പോൾ അത് ചോദിക്കാൻ ചെന്ന 2 കോർഡിനേറ്റർമാർ, അവന്മാരുടെ പേര് വന്നിട്ട് സർജിത്ത് അസ്ലമും ഹസ്നത്ത് അബ്ദുള്ളയും. ഈ 2 എണ്ണം കൂടെ അവിടെ ചെന്നപ്പോൾ യവന്മാർക്കും കിട്ടി വേഷ ഇടി. അങ്ങനെ ഇഴിച്ച് നൂത്ത് യവന്മാരെ എടുത്ത് നേരെ അകത്ത് അവിടെ കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ടപ്പോഴാണ് ധാക്കയിൽ അന്ന് രാത്രി, അതായത് കഴിഞ്ഞ ദിവസം രാത്രി, ഞായറാഴ്ച രാത്രി ഒരു അലയൊലി ഉണ്ടായത്. ഇതിന്റെ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ പുതിയ കോർഡിനേറ്റർ, അങ്ങനെയാണല്ലോ നമ്മുടെ അമ്മ സംഘടന അറിയാലോ, സിദ്ദിഖ് പോയപ്പോൾ ബാബുരാജ് വന്നു. ബാബുരാജിന് ആരോപണം വന്നപ്പോൾ ഇപ്പോൾ ആ ജഗദീഷ് വരും എന്ന് പറയുന്നു. അതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തലവന്മാർ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ യുവന്മാർ 3 ഇടിച്ചു ഉറക്കിയപ്പം വേറൊരു തലവനായിട്ട് അതിൻ്റെ പിറകിൽ വന്നത് എന്ന് പറയുന്നത് ഹസ്നത്ത് അബ്ദുള്ള എന്ന് പറയുന്ന തലവൻ അവിടെ വന്നു. ആ തലവൻ ഒരു ആഹ്വാനം അങ്ങോട്ട് നടത്തി. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ രാജു സ്കൾപ്ചറിന്റെ മുന്നിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പുറത്താണെങ്കിൽ അൻസാർ സേന നല്ല പാരാമിലിറ്ററി ഫോഴ്സാണ്, അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാരാമിലിറ്ററി എന്നൊക്കെ പറഞ്ഞാൽ പേരിലേ ഉള്ളൂ. പിറകെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്ല് പിറക്കി എറിയാനേ ഉമാരെ കൊണ്ട് കൊള്ളാമല്ലോ, അല്ലാതെ ഉമാരെ കൊണ്ട് നേരെ ചൊവ്വ ഒരു ആയുധം പോലും പിടിക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണ് അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നമ്മുടെ ബാഹുബലിയിൽ അടി കൂടുന്നത് പോലെ, അല്ലെങ്കിൽ അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നത് പോലെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിയായി ആക്രമണമായി 1000 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 1000 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ ഈ സാഹചര്യത്തിൽ ഹസ്നത്ത് അബ്ദുള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് സ്വേച്ഛാധിപത്യം വരുന്നു, ബംഗ്ലാദേശിൽ സ്വേച്ഛാധിപത്യം വരുന്നു, ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ബംഗ്ലാദേശിൽ 17 to 22 കോടി ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഈ 22 കോടി ആൾക്കാരിൽ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം സാധാരണ മുസ്ലിങ്ങളും മൈനോറിറ്റീസുമാണ്. ഈ മുസ്ലിങ്ങൾ എപ്പോഴും അവിടെ ലിബറലായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം ഇന്ത്യൻ കൾച്ചറാണ് ബംഗ്ലാദേശ് ഇന്ത്യയാണ് രൂപീകരിച്ച് കൊടുത്തത് തന്നെ. ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്, പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. പക്ഷേ ഇന്ത്യൻ കൾച്ചറാണ് ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ അവർ തീവ്രമായിട്ടുള്ള മതനിയമങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. അവിടുത്തെ സ്ത്രീകളെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ ലിബറലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താലിബാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല, സ്ത്രീകൾക്ക് പുറത്തിറക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, എന്തിനു പറയുന്നു, പുഞ്ചിരിക്കാൻ പോലും പാടില്ല. അങ്ങനത്തെ നിയമമാണ് താലിബാനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള നിയമമൊന്നുമില്ല, കുറച്ച് ലിബറലായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയാണ്. മതനിയമങ്ങളുണ്ട് എങ്കിലും ലിബറലാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിയമത്തിലെ ലിബറൽ നിയമം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇതിനെ പിടിച്ചടക്കാനായിട്ട് ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹസ്നത്ത് അബ്ദുള്ള ഈ കോർഡിനേറ്റർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ധാക്കയിൽ വരുന്ന വലിയ രീതിയിലുള്ള അശാന്തിയെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജുവിൻ്റെ അടുത്തേക്ക് എല്ലാവരും വരൂ, കൊത്തയിലെ രാജുവല്ല, ഇത് രാജു സ്കൾപ്ചർ, അടുത്തേക്ക് വരൂ, സ്വേച്ഛാധിപത്യ ശക്തികൾ അൻസാർ സേനയിലൂടെ തിരിച്ചുവരവിന് ശ്രമിക്കുന്നു. ഓ മൈ ഗോഡ് പ്രഭാര, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷവും ഞങ്ങളെ സെക്രട്ടേറിയറ്റിൽ പൂട്ടിയിട്ടു. മനസ്സിലായി, അവന്മാരെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം അവന്മാരെ പൂട്ടിയിട്ടത്. ഈ റാലിയുടെ നിലവിളി വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്ക് കടുത്ത നിരാശയും രോഷവും എടുത്തു കാണിക്കാനുള്ളതാണ്. അതായത് അടി കൊണ്ട് പദം വന്ന് നിലവിളിച്ച് തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് സമീപ ദിവസങ്ങളിൽ ഇനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് കിട്ടുന്ന അടിയുടെ എണ്ണം കൂടും, ഓട്ടത്തിൻ്റെ മീറ്ററും കൂടും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേജർ ജനറൽ AKM അമിറുൽ ഹക്ക്, അതായത് ഇവന്മാരുടെ മുൻ മേജർ ജനറലായിരുന്നു, ആരാണ്, അൻസാർ മെമ്പേഴ്സിൻ്റെ. അവൻ ഇത് കണ്ടുകൊണ്ട് വേറൊരു പോസ്റ്റ് ഇട്ടു. അൻസാറിൻ്റെ ജനറൽ അമിറുൽ ഹക്ക് ഇത് കണ്ടുകൊണ്ട് അവന് കുരുപൊട്ടി. കാരണം ഈ ഫേസ്ബുക്ക് കണ്ടുകൊണ്ട്, കാരണം ഈ വിദ്യാർത്ഥികൾ യവനെ നല്ലോലെ എടുത്തിട്ട് പെരുക്കി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യവനെ നല്ലോലെ എടുത്തിട്ട് പെരുക്കുക മാത്രമല്ല അതിൻ്റെ ദേഷ്യം കൂടെ കാണുമല്ലോ. അതുകൊണ്ട് കിട്ടുന്ന അടിയിൽ നല്ല രീതിയിൽ യവൻ്റെ ആ ദേഷ്യം കൂടെ തീർത്ത് അൻസാർ മെമ്പേഴ്സ് കൊടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഈ വിദ്യാർത്ഥികളുടെ രോഷത്തിന് ഇരയായ മേജർ ജനറൽ ഈ അമിറുൽ ഹക്ക് അവിടുത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ഇമാനുൽ ഹക്ക് ഹഷീമിൻ്റെ മൂത്ത സഹോദരനും കൂടെയാണ്. അങ്ങനെയുള്ള ഇങ്ങനെയാണ് അവന്മാർ കൈവച്ചത്. അതുകൊണ്ട് അവന്മാർ വെറുതെ എന്നില്ല, ആടി വേഷ കിട്ടി എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഇവന്മാർ പറയുന്നത് അൻസാർ മെമ്പേഴ്സ് ഈ കാര്യത്തിൽ യാതൊരുവിധ
പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതങ്ങനെയാണ്, അവർ പ്രതികരണത്തിന് തയ്യാറാവില്ല. പ്രതികരണത്തിന് തയ്യാറാകുന്നത് മൊത്തം അടി കൊണ്ട് നിലവിളിക്കുന്നവന്മാരാണ്. നിലവിളി തന്നെ ഒരു പ്രതികരണമാണല്ലോ. അങ്ങനെ നിലവിളി ഒച്ചത്തിൽ കേട്ടപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഈ നിലവിളി ഒരു പ്രതീകാത്മകമായിട്ടുള്ള നിലവിളിയാണ്, അയ്യോ എന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബംഗ്ലാദേശും കടന്ന് ഇന്ത്യയിലേക്ക് വരെ ഈ വാർത്ത എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവന്മാർ അടികൊണ്ട് ഓടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതിഗംഭീരമായിട്ട് നല്ല ഫാഷൻ രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അധപ്പതനത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ബംഗ്ലാദേശ് ഇന്ത്യയോട് മുട്ടാൻ വന്ന് അവസാനം പൊട്ടിച്ചട്ടിയിലായി അകത്ത് ബംഗ്ലാദേശികളിൽ തന്നെ തമ്മി തല്ലിച്ചാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശരി.